കാട്ടാന ഭീതിയൊഴിയാതെ പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖല. കുളത്തുമണ്ണിൽ ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായി കാട്ടാനെത്തി വ്യാപകമായാണ് കൃഷി നശിപ്പിച്ചത്. വനം വകുപ്പ് ഉറപ്പുകൾ പാലിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. വനത്തിൽ നിന്ന് ഹാരിസൺ എസ്റ്റേറ്റും കടന്ന് ജനവാസ മേഖലയിലാണ് കാട്ടാനയെത്തിയത്. വീടുകൾക്ക് സമീപം എത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വാഴ, തെങ്ങ്, കമുക് അടക്കമുള്ളവ നശിപ്പിച്ചിട്ടുണ്ട്. കുളത്തുമൺ സ്വദേശികളായ വിജയൻ, അശോക പണിക്കർ, ജോസ് എന്നിവരുടെ പുരയിടത്തിലായിരുന്നു വ്യാപക നാശം. പ്രവർത്തനരഹിതമായ 11 kV ലൈനിലേക്കും തെങ്ങും കമുകും ആന മറിച്ചിട്ടു. ഇവിടെ ആനയുടെ ശല്യവും വന്യമൃഗങ്ങളുടെ ശല്യവും വർഷങ്ങളായിട്ട് തുടങ്ങിയ 2 വർഷത്തോളമായി. ഇപ്പോൾ ഇത്രയും ആന ഡെയിലി വരിക. മനുഷ്യർക്ക് ജീവിക്കാനേ പറ്റത്തില്ല. അതേ ഒരു കണ്ടീഷനായി. ഇന്ന് ഈ കഴിഞ്ഞ രാത്രി 3:20 ഞാൻ സൗണ്ട് കേട്ടോട്ട് നോക്കിയപ്പോൾ 2 ആന ഇവിടെ വന്ന് നിന്ന് തെങ്ങ് നെല്ലുകയും വാഴകളെല്ലാം നശിപ്പിക്കുകയും പിന്നെ ഞങ്ങൾ വിരട്ടി ഓടിക്കുകയും ചെയ്ത് അങ്ങനെ ഈ ആന തിരുത്തി ഞങ്ങൾ കാട്ടിക്കയറ്റി വിട്ടത്. ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയെന്ന് നാട്ടുകാർ പറയുന്നു. വനംവകുപ്പും ജനപ്രതിനിധികളും നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെയാണ് കാട്ടാനശല്യം ഇത്രയധികം രൂക്ഷമായത്. ഇവിടുന്ന് ഫോറസ്റ്റുമായിട്ട് 2 കിലോമീറ്റർ ദൂരമുണ്ട് ഫോറസ്റ്റിൽ നിന്ന് ആന കയറി മലയാളം പ്ലാന്റേഷൻ്റെ തുണ്ടുവനങ്ങൾ കിടപ്പുണ്ട്. ആ തുണ്ടുവനങ്ങളിൽ കയറി അവിടെ നിന്നുകൊണ്ട് ആന പുരയിടങ്ങളിൽ കൃഷി ഉള്ള പുരയിടങ്ങളിൽ ഇറങ്ങി നശിപ്പിക്കുകയാണ്. കലഞ്ഞൂർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലാണ് വന്യമൃഗശല്യവും വ്യാപക കൃഷിനാശവും. അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പും നാട്ടുകാർ നൽകുന്നു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.